എനിക്കെപ്പോഴും ബോഡി ഷേമിങ് എന്ന് പറയുന്നൊരു ഫാക്ടർ എനിക്കെപ്പോഴും ബുദ്ധിമുട്ട് ലൈക്ക് അതിപ്പോൾ എന്നെ ചെയ്യണമെന്നില്ല, പുറത്തുള്ള ആളെയാണെങ്കിൽ പോലും ഐ ഗെറ്റ് സോ ഇറിറ്റേറ്റഡ് വെരി ഈസിലി. അപ്പം ഐ എം എ പേഴ്സൺ ഹു ലവ്സ് ഫുഡ്. എനിക്ക് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിലൊന്നും ഞാൻ അങ്ങനെ കൺട്രോളൊന്നും ചെയ്തിരുന്ന ഒരാളല്ല. സോ ഇൻ ബിറ്റ്വീൻ എനിക്ക് PCOD എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു, പണി കിട്ടി. അപ്പം ഐ ഹാഡ് ടു ബി കെയർഫുൾ അബൌട്ട് മൈ ഹെൽത്ത്. അങ്ങനെയാണ് ഞാൻ തടി കുറച്ചത്. നോട്ട് ബിക്കോസ് എനി വൺ ടോൾഡ് മീ ദാറ്റ് യു ആർ ഫാറ്റ് ഓർ ഇറ്റ് ഡസന്റ് മാറ്റർ ടു മീ. എനിക്ക് എന്നെ ഇഷ്ടമാണ്, അതിനപ്പുറത്തേക്ക് പിന്നെ എനിക്ക് അതെ no matter what body shape you are in or which color you are in, it doesn't matter. നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്തായാലും എന്താ, വി ആർ ഓൾ സെൽഫിഷ്. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ, നമ്മൾ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ. സോ വൈ ബോദറിങ് അബൌട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് ആരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്ന ഒരു കാര്യമാണ് ബോഡി ഷെയിം ചെയ്യുന്നത്. ആൻഡ് പീപ്പിൾ ഡസൻ തിങ്ക്, അതായത് ഒരാൾ ഒരു വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് ഇപ്പം എന്തൊരു തടിയാണ്, പണ്ടായിരുന്നു ഭംഗി എന്നൊക്കെ പറയുമ്പം അയാൾ എന്ത് സിറ്റുവേഷനിലൂടെയാണ് ഗോ ത്രൂ ചെയ്യുന്നതെന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയില്ല. ആൻഡ് ഇറ്റ് മൈറ്റ് ഇപ്പം എൻ്റെ കാര്യത്തിൽ ഇറ്റ് വാസ് PCOD. അപ്പം ഒരു പെട്ടെന്നൊരു സെൽഫ് കോൺഫിഡൻസ് കട്ടാവാനും ലൈഫ് തന്നെ മടുക്കുന്ന ഒരു ലെവലിലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ സെൽഫ് കോൺഷ്യസ് ആവുക എന്നൊക്കെയുള്ളൊരു അവസ്ഥയിലേക്ക് ഒരാളെ എത്തിക്കുന്ന ചെറിയ വാക്കുകളാണ് ഇതൊക്കെ. ആൻഡ് വൈ യു ഹാവ് ടു റൂയിൻ സംബഡീസ് ലൈഫ്? യു ഹാവ് നോ റൈറ്റ് ടു ഡു ദാറ്റ്. അത്രേ ഉള്ളൂ. ചില ആൾക്കാരുടെ ബോഡി മെലിഞ്ഞിട്ടായിരിക്കും, തടിച്ചിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അയാൾ അല്ലാതാവുന്നില്ലല്ലോ. പിന്നല്ലോ, എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര തന്നാലും ഞാൻ എന്താ പറയാ മടുക്കാണ്ട് കഴിക്കുന്ന ഒരു ഐസ്ക്രീം. അത് ഫുഡാണോന്ന് എനിക്ക് അറിയില്ല. ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു വലിയൊരു ചെമ്പ് നിറച്ച് ഐസ്ക്രീം കൊണ്ടുവന്ന് തന്നാലും ഞാൻ ഒരു ഉളുപ്പില്ലാതെ കഴിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മളെ ഇപ്പൊ കൊച്ചി ഇതിന്റെ ലൊക്കേഷനിൽ വന്നപ്പോ ഒരു ക്രേസി ഫാൻ എൻകൗണ്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ ഭയങ്കര പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്ന ലൈക്ക് എനിക്കൊരു റിപ്ലൈ തരണം, അങ്ങനെ ഒരു ക്രേസി ഫാനൊക്കെ ഉണ്ടോ? അങ്ങനെ കുറെ പേര് മെസ്സേജസ് അയക്കാറുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിലെ എല്ലാ മെസ്സേജുകളും കമന്റ്സും ഒക്കെ വായിക്കുന്ന ഒരാളാണ്. ഐ മേക്ക് ഷുവർ ഐ റിപ്ലൈ ടു ദ ജെന്യുവൻ വൺസ്.